പച്ചത്തഴപ്പിൻ്റെ മാന്ത്രികതയാണ് നമ്മുടെ കാർഷിക സംസ്കൃതിയുടെ പ്രാണമുദ്ര. ചരിത്രാതീത കാലം മുതൽ മണ്ണും മനുഷ്യനും ചേരുന്ന ഈ ജൈവബന്ധത്തെ ഊട്ടിയുറപ്പിക്കുവാൻ നമുക്കിടയിൽ കന്നുകാലികളുണ്ട്. മണ്ണിനെ ഉഴുതുമറിച്ച് പൊന്നു വിളയിക്കാനും പിന്നെ ചാണകവളത്തിനുമായിരുന്നു ആദ്യമൊക്കെ കർഷകർ കാലി വളർത്തിയിരുന്നത്. അന്നൊക്കെ പാലുൽപാദനം നന്നേ കുറവുമായിരുന്നു. സങ്കരപ്രജനനത്തിലൂടെ വർഗമേന്മ ഉയർത്തി നമ്മുടെ പശുക്കളിൽ പാലുൽപാദനം വർദ്ധിപ്പിക്കുവാനാണ് 1963 ഇൻഡോ-സ്വിസ് പ്രോജക്റ്റ് മാട്ടുപ്പെട്ടിയിൽ ആരംഭിക്കുന്നത്. അങ്ങനെ കേരളത്തിന് സുനന്ദിനി പശുക്കൾ എന്ന തനതായൊരു സങ്കര ജനുസ്സുണ്ടായി. സുനന്ദിനികൾ നാടാകെ തകർത്തു ചുരത്തിയപ്പോഴാണ് ഇത്രയും പാൽ സംഭരിച്ച് വിപണനം ചെയ്യുവാനുള്ള ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്തിനില്ല എന്ന വസ്തുത എല്ലാവർക്കും ബോധ്യമാകുന്നത്. അതിനൊരു പരിഹാരം തേടിയാണ് 1979 കേരളത്തിലെ കൃഷി ക്ഷീരവികസന മന്ത്രിയായിരുന്ന ശ്രീമതി ഗൗരിയമ്മ ഗുജറാത്തിലെ ആനന്ദിലെത്തുന്നത്. അവിടെയായിരുന്നു ദേശീയ ക്ഷീരവികസന ബോർഡിൻ്റെ ചെയർമാനും ഇന്ത്യയിൽ ക്ഷീരവിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവും സർവോപരി മലയാളിയുമായ ഡോക്ടർ വർഗീസ് കുര്യൻ വിശ്രമമില്ലാതെ തൻ്റെ സ്വപ്നങ്ങൾക്കായി നേതൃത്വം നൽകി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ പരീക്ഷിച്ച് വിജയിച്ച അമൂൽ മാതൃക ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ 2ാം ഘട്ടമായി കേരളത്തിൽ നടപ്പിലാക്കുന്നത് ആ സന്ദർശനത്തിൻ്റെ ശുഭോദർക്കമായ തുടർച്ചയാണ്. അങ്ങനെ 1980 കേരളത്തിൻ്റെ മണ്ണിൽ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന മിൽമ ഒരു വലിയ സഹകരണ പ്രസ്ഥാനമായി പിറവിയെടുത്തു. പാൽ സംഭരണം, സംസ്കരണം, വിപണനം എന്നീ പ്രവർത്തനങ്ങൾ അതോടെ ക്ഷീരകർഷകർക്കുള്ള സ്വന്തം ഉടമസ്ഥതയിലുള്ള ഒരു സഹകരണ പ്രസ്ഥാനത്തിലേക്ക് പങ്കാളിത്ത ബോധമാർന്ന ജാഗ്രതയോടെ ഉയർത്തപ്പെട്ടു. അതിനു പിൻബലമായി കർഷകരുടെ ശമ്പളം പറ്റുന്ന സാങ്കേതിക മാനേജ്മെന്റ് വിദഗ്ധരും അവർക്കൊപ്പം അണിചേർന്നു. തുടർന്ന് സംഭവിച്ചതെല്ലാം കാലം തങ്കലിപികളാൽ വരഞ്ഞിട്ട വലിയൊരു വിജയഗാഥയുടെ ഒരു കൊടുങ്കാറ്റിലും ആടിയുലയാത്ത ചരിത്രം. ഇന്ന് വളർച്ചയുടെ വിശുദ്ധ ദൗത്യം പേറിയ നീണ്ട 37 വർഷങ്ങൾ പിന്നിടുമ്പോൾ 2500 കോടിയിലധികം വിറ്റുവരവുമായി കേരളത്തിലെ ഏറ്റവും ശക്തമായ ബ്രാൻഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ സ്വന്തം മിൽമ. ക്ഷീരകർഷകർ ചേർന്നുണ്ടാക്കുന്ന ഗ്രാമതല ക്ഷീരസംഘങ്ങൾ, അവയുടെ മേഖലാതല മിൽക്ക് യൂണിയനുകൾ, ആ യൂണിയനുകൾ ചേരുന്ന കെട്ടുറപ്പുള്ള സംസ്ഥാനതല ഫെഡറേഷൻ, ഇങ്ങനെ സമർപ്പിത ചിത്തരുടെ ഒരു സമാന്തര പ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ടാണ് മിൽമ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് കരുത്തോടെ മുന്നോട്ടു പോകുന്നത്.
തുടക്കത്തിൽ എറണാകുളം, തിരുവനന്തപുരം മേഖലകൾ മാത്രമാണ് ഈ ത്രിതല ആനന്ദ മാതൃകയിൽ ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ 1980കളുടെ അവസാനത്തോടെ മിൽമയെ മലബാറിലേക്ക് കൂടി വ്യാപിപ്പിക്കുവാൻ അന്നത്തെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീ ഇ ചന്ദ്രശേഖരൻ നായർ മുൻകൈയെടുത്തു. അതിന് സ്വിസ് വികസന ഏജൻസിയുടെ സാമ്പത്തിക സഹായവും ലഭിച്ചു. അങ്ങനെ പിൽക്കാലത്ത് മലബാറിലെ ക്ഷീരകർഷകർക്ക് ജീവിത വഴിയും കെടാവെളിച്ചവുമായി വളർന്ന മലബാർ മിൽമയ്ക്ക് നോർത്ത് കേരള ഡയറി പ്രോജക്റ്റ് എന്ന NKDP വഴി 1990 തുടക്കമായി. പ്രാദേശികമായി അന്നുവരെ നിലനിന്നിരുന്ന കോഴിക്കോട്, മലപ്പുറം, വയനാട് എന്നീ പാൽ വിതരണ യൂണിയനുകൾ മലബാർ മേഖല ക്ഷീരോത്പാദക യൂണിയനിൽ ലയിക്കുകയും ചെയ്തതോടെ അത് ക്ഷീരവികസന മേഖലയിൽ ഒരു വലിയ മാറ്റത്തിന് കൊടിയുയർത്തി. ഇന്ന് 1 ലക്ഷത്തോളം ക്ഷീരകർഷകർക്ക് താങ്ങും തണലുമായി വളർന്നു കഴിഞ്ഞ മലബാർ മിൽമ 6 ലക്ഷത്തോളം ലിറ്റർ പാലാണ് ദിവസവും സംഭരിക്കുന്നത്. ഏതാണ്ട് 200ഓളം ഗ്രാമീണ കൂളറുകളിലൂടെ 1100-ൽ പരം ക്ഷീരസംഘങ്ങളിൽ നിന്നായി അവ പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ഡയറി പ്ലാന്റുകളിൽ എത്തിച്ചേരുന്നു. ഇന്ന് ബേപ്പൂരിൽ മിൽമയ്ക്ക് പേടയടക്കമുള്ള വൈവിധ്യമാർന്ന മൂല്യവർദ്ധിത പാലുൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലൂടെ കർഷകന് ലാഭം കരസ്ഥമാക്കി കൊടുക്കുന്ന അത്യാധുനിക പാലുൽപ്പന്ന ഫാക്ടറിയുണ്ട്. കുന്നമംഗലത്ത് ഐസ്ക്രീം നിർമ്മാണശാലയും യൂണിയന്റെ പ്രതിവർഷ വിറ്റുവരവ് ഈ വർഷം 1000 കോടിയോളം അടുത്തു കഴിഞ്ഞു. ഇതിലേതാണ്ട് 250 കോടി ലഭിച്ചിരിക്കുന്നത് പാലുൽപ്പന്നങ്ങളിൽ നിന്നും മാത്രമാണ്. പ്രതിവർഷം 280ഓളം ടൺ നെയ്യും മലബാർ മിൽമ ഗൾഫ് നാടുകളിലേക്ക് കയറ്റി അയക്കുന്നു. ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പാലിനും വിപണി, അതിന് ലാഭകരമായ വില. അതാതു മാസം ഉണ്ടാകുന്ന ലാഭം അതാതു മാസം തന്നെ ക്ഷീരകർഷകരിലേക്ക്. വിൽപ്പന കൂടുന്നതനുസരിച്ച് പാലുൽപാദനം വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നതിനുള്ള നിരവധി കർമ്മപരിപാടികൾ. അവ കർഷകർക്ക് കരുത്തും മുന്നോട്ടുള്ള ചവിട്ടടിപ്പാതകളിൽ വീര്യവും പകരുന്നു. ആധുനിക സാങ്കേതിക വിദ്യകൾ ക്ഷീരകർഷകരിൽ എത്തിക്കുവാൻ ദൃശ്യമാധ്യമത്തിലൂടെ മിൽമ നടത്തുന്ന മറ്റൊരു ശ്രമമാണ് ഡോക്ടർ പശുപതിയും മിസ് കന്നൂട്ടിയും. കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ ഇന്ന് കേരളത്തിലെ ക്ഷീരകർഷകർ വലിയ ആത്മവിശ്വാസത്തോടെ അഭിസംബോധന ചെയ്യുന്നു. അവരുടെ പ്രവർത്തനങ്ങളെ ഏറ്റവും നന്നായി അംഗീകരിക്കുകയും ഒപ്പം അവരിൽ ആത്മവീര്യം വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒട്ടനവധി പുരസ്കാരങ്ങളാണ് ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളെ തേടി വരുന്നത്.
മലബാർ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന പാലുൽപാദനവും വിപണിയും കൈകാര്യം ചെയ്യുവാൻ തക്ക ശേഷിയുള്ള സംസ്കരണ സംവിധാനങ്ങളാണ് ഇനി മിൽമയ്ക്ക് വിപുലപ്പെടുത്തുവാനുള്ളത്. കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരത്ത് നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞ പുതിയ ഡയറി പ്ലാന്റാണിത്. എല്ലാ അത്യാധുനിക ഭക്ഷ്യസുരക്ഷാ സംവിധാനങ്ങളോടും കൂടി പ്രതിദിനം 1,00,000 ലിറ്റർ പാൽ കൈകാര്യം ചെയ്യുവാൻ ശേഷിയുള്ള ഈ പ്ലാന്റ് മലയോര ഡയറി എന്ന പേരിൽ 15 ഏക്കറിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഇവിടെ നിന്നും ഇറങ്ങുന്ന 45 ദിവസം വരെ സാധാരണ ഊഷ്മാവിൽ കേടൊന്നും കൂടാതെയിരിക്കുന്ന അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് ഉപഭോക്താക്കൾക്ക് പുതിയൊരു അനുഭവമായിരിക്കും. ഇത്തരം പുതുമകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള നൂതന ഡയറി പ്ലാന്റുകൾക്ക് പലയിടങ്ങളിലായി ഇതിനകം തുടക്കം കുറിച്ചു കഴിഞ്ഞു മിൽമ. മലബാർ മിൽമയ്ക്ക് തുടക്കമിടുവാൻ സ്വിസ് വികസന ഏജൻസി 27 കോടി രൂപ സൗജന്യമായി നൽകിയിരുന്നു. ഇതിൽ 70% തുക സ്ഥാപനം പച്ചപിടിച്ച് വളരുമ്പോൾ പലിശയടക്കം തിരിച്ചടച്ച് ഒരു പ്രത്യേക ഫണ്ടായി സൂക്ഷിക്കണമെന്ന നിബന്ധനയും ഉണ്ടായിരുന്നു. മലബാറിലെ ക്ഷീരകർഷകർ അവരുടെ വിയർപ്പിലൂടെ തിരിച്ചടച്ച ആ പണമാണ് ഇവിടെ മലപ്പുറം ജില്ലയിൽ പുനർനിക്ഷേപമായി പരിണമിച്ചിരിക്കുന്നത്. സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന ആദിവാസി ജനസമൂഹത്തിനുൾപ്പെടെ എല്ലാ ക്ഷീരകർഷകരിലേക്കും മല കയറിയും കാടിറങ്ങിയും കടന്നു ചെല്ലുകയാണ് മിൽമ. കർഷക സമ്പൽ സമൃദ്ധി ഉപഭോക്തൃ സംതൃപ്തിയിലൂടെ എന്നത് ഇവിടെ കേവലമൊരു പരസ്യവാചകമല്ല. ഒരുപാട് ഗ്രാമീണ ജീവിതങ്ങളുടെ സ്വപ്നങ്ങളെയാണ് ഈ സഹകരണ പ്രസ്ഥാനം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. ആ കാര്യങ്ങൾ തളരാതെ കാത്തുരക്ഷിക്കുവാനാണ് സംഘാംഗങ്ങളും ഭരണസമിതി അംഗങ്ങളും സംഘം ജീവനക്കാരും സഹകാരികളും തുടങ്ങി മിൽമയിലെ എല്ലാ സാങ്കേതിക മാനേജ്മെന്റ് വിദഗ്ധരും നിതാന്ത ജാഗ്രതയോടെ ഉണർന്നിരിക്കുന്നത്. അത് കാലവും ചരിത്രവും ആവശ്യപ്പെടുന്ന വലിയൊരു നിയോഗമാണെന്നുകൂടി ഇവർ ഓരോ നിമിഷവും തിരിച്ചറിയുന്നു. മലബാർ കലാപത്തിൻ്റെ ഓർമ്മകൾ മയങ്ങുന്ന മലപ്പുറത്തിൻ്റെ ഈ ഭൂമികയിൽ ഭാഷാപിതാവിൻ്റെ ജന്മം കൊണ്ട് ധന്യമായ ഈ നല്ല മണ്ണിൽ മാപ്പിളപ്പാട്ടിൻ്റെ വളകിലിക്കത്തിൽ ഉറങ്ങുന്ന ജൈവ സംസ്കൃതിക്കിനി എന്നും കണി കണ്ടുണരാൻ ഇതാ ഇവിടെ മിൽമയുടെ പുതിയ മലപ്പുറം ഡയറി പ്ലാന്റിന് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ശിലാസ്ഥാപനം നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മണ്ണ് പ്രവാസ ജീവിതം നയിക്കുന്നവരുടേതു കൂടിയാണ്. മിൽമയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങളെ തിരഞ്ഞ് ഗൾഫ് നാടുകളിലും വരുന്നുണ്ട്. അതേസമയം തന്നെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ ഒരു ജീവിതം കരുപിടിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരിലേക്കും ഇതാ ഞങ്ങൾ കടന്നുവരികയാണ്. തുറന്ന മനസ്സോടെ, നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ സ്വീകരിക്കുക. ഈ ക്ഷീരകർഷകരുടെ നന്മയെ സഹർഷം ഏറ്റുവാങ്ങുക.